നമസ്കാരം. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ ചേരിതിരിവിലെ ചില പ്രശ്നങ്ങൾ, അതായത് സൈബർ പോരാട്ടങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള സൈബർ പോരാട്ടം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കടുത്ത ഒരു ആരോപണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നടപടിക്രമങ്ങൾക്കും മുൻപോട്ട് പോകുന്നു എന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത ഭാഷയിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലെതിരെ ഉണ്ടായ കാഫിർ പരാമർശത്തിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള പരാതിയും ആരോപണങ്ങളുമൊക്കെ ലീഗും ഉയർത്തിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷവും ലീഗും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല പ്രത്യാരോപണങ്ങൾ സൈബർ ഇടങ്ങളിൽ സജീവമായി നിന്നിരുന്നു. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജാതീയപരമായ സാമുദായികപരമായ വലിയ വിഷയത്തിലേക്ക് മാറുവാനുള്ള സാഹചര്യങ്ങൾക്ക് ഇടയുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായ P മോഹനൻ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരത്തിൽ ഒരു സർവകക്ഷി യോഗത്തിന് ഇടതുപക്ഷം തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി സർവകക്ഷി യോഗത്തിന് തങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സർവകക്ഷി യോഗം പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തണമെന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചപ്പോൾ അതിനെതിരെ ലീഗിനുള്ളിൽ കടുത്ത ഭാഷയിലാണ് ഒരു എതിരഭിപ്രായം ഉയർന്നത്. അത്തരത്തിൽ ഇടതുപക്ഷം നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ നീക്കങ്ങളെ മറച്ചുപിടിക്കുവാൻ വേണ്ടി P മോഹനൻ നടത്തുന്ന പൊറോട്ട നാടകങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന തരത്തിലേക്കാണ് ലീഗിലെ ഒരു വിഭാഗം ആളുകൾ ഇടതുപക്ഷത്തിനെതിരായുള്ളൊരു ആരോപണം ഉയർത്തുന്നത്. അത് പ്രത്യക്ഷമായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു ആവശ്യത്തിന് എതിരായി ലീഗ് നിൽക്കുന്നതിന് സമാനമാണ്. PK കുഞ്ഞാലിക്കുട്ടി സർവകക്ഷി യോഗം നടത്തണമെന്ന ഒരു ആവശ്യം മുൻപോട്ട് വെച്ചപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് അലി തങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വളരെ ആവശ്യമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ വിഷയത്തിലൊരു പരിഹാരം വേണമെന്നുമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ച ആവശ്യം. കാഫിർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആശയം വന്നു. അത് ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് 100% ഇതുവരെ പോലീസിനും അറിയാം, പറഞ്ഞവർക്കും അറിയാം, ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം. എന്ന് സമാധാന ശ്രമം അതിൻ്റെ വയ്ക്കോട്ടെ, അത് വേറെ കാര്യം. അതിപ്പോൾ ഇന്ന് തങ്ങൾ പറഞ്ഞില്ലേ, സർവകക്ഷി യോഗം വിളിച്ചാൽ ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ. പാറക്കൽ അബ്ദുള്ള പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാന ശ്രമങ്ങളുമായി ഞങ്ങളിത് സഹകരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള മിസ്സീവ് ആരാണ് ചെയ്തത്, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ എന്തിനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ബോധപൂർവം ഇപ്പം മറച്ചു വെക്കുകയാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ട്? അല്ല, പൊലിച്ചത് കൊണ്ടുവന്നില്ല. ഞങ്ങളുടെ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആഫയാണ് ഇനി അതിനൊക്കെ വഴിയുണ്ട്. ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് ഇതിനകം തന്നെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തൊരു കാര്യം, ലീഗിൻ്റെ ഒരു പ്രവർത്തകനും അത്തരം ഒരു പ്രയോഗം നടത്തുന്ന കൾച്ചറല്ല നമ്മളേത്. അത്തരം പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ കലക്കുന്ന ചില ആളുകളുണ്ട്, ആ കലക്കാൻ വേണ്ടി രംഗം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരം ഇതുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അതിൽ ലീഗ് പ്രവർത്തകർ പെടൂല. വടകരയിൽ സെൻസിറ്റീവായ പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളിലേക്ക് അത് പോകാൻ പാടില്ല. പണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും EK നായനാരും നാദാപുരത്ത് സമാധാന സാഹചര്യം ഉണ്ടാക്കി എന്നതടക്കമുള്ള വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ട ആവശ്യകത മുസ്ലിം ലീഗിൻ്റെയും കൂടി ആവശ്യമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുൻപോട്ട് വെച്ചത്. മുൻകരുതലെടുക്കുക എന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അത് പൂർണ്ണമാവില്ല. എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം പെട്ടെന്ന് നടത്തണമെന്ന ആവശ്യവും തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ലീഗിലെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ജില്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഈ വിഷയത്തിൽ ഒരു ഭിന്നാഭിപ്രായം പറയുന്നത്. CPM തങ്ങൾ നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ രീതികളെ മറച്ചുവെക്കുവാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗത്തിന് ഇപ്പോൾ
സമ്മതം മൂളിയിരിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം, അതിൽ ലീഗ് വീഴരുത് എന്ന തരത്തിലേക്കുള്ള ഒരു ആവശ്യം കൂടി കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പ്രാദേശിക ജില്ലാ നേതാക്കന്മാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ലീഗിനുള്ളിൽ തന്നെ സർവകക്ഷി യോഗത്തിൽ രണ്ടഭിപ്രായം വരികയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറയുന്നു ഇത്തരത്തിൽ ഒരു സർവകക്ഷി യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമുദായികപരമായ ഒരു ഭിന്നിപ്പുണ്ടാകാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ലഹള ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, UDF-ൻ്റെയും LDF-ൻ്റെയും ഒപ്പമുള്ള എല്ലാ ഘടകകക്ഷികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പ്രധാനമായും നാദാപുരത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായും നടത്തണമെന്നാവശ്യപ്പെടുമ്പോൾ MSF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരും പറയുന്നത് CPM-ൻ്റെ രാഷ്ട്രീയപരമായ തന്ത്രത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തിയ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളെ അല്ലെങ്കിൽ കാഫിർ പ്രയോഗത്തെയൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനെ മറയിടുവാൻ വേണ്ടി, അല്ലെങ്കിൽ CPM-ൻ്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സാമുദായിക പ്രശ്നത്തെ മറച്ചുവെക്കുവാൻ വേണ്ടിയുള്ള CPM-ൻ്റെ തന്ത്രമാണ് പി മോഹനനിലൂടെ അവർ മുൻപോട്ട് വയ്ക്കുന്നത്. അതിൽ ലീഗ് വീഴാൻ പാടില്ല എന്നൊരു അഭിപ്രായം ലീഗിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതായത് സർവകക്ഷി യോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഭിന്നാഭിപ്രായം ലീഗിൽ തുടരുകയാണ്. ഇതേ തുടർന്ന് MSF-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ CK നജാഫ് പ്രത്യക്ഷമായി CPM-നെതിരെയും പരോക്ഷമായി ലീഗിനെതിരെയും ഫേസ്ബുക്കിൽ തൻ്റെ അഭിപ്രായം കുറിപ്പായി രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയമുറപ്പിച്ച CPM ശങ്കരാടി മാതൃകയിൽ ഒരുക്കിയ കെണിയിലെ ആദ്യ ഇരയൊന്നുമല്ല ഷാഫി പറമ്പിൽ. വ്യാജ സർട്ടിഫിക്കറ്റ് ഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന CPM സൈബ്രോളി ഫേസ്ബുക്ക് പേജിലൂടെ പ്രചരിപ്പിച്ചത് എന്നറിയാത്തവരുമല്ല. എന്നാൽ ഈ വിവരങ്ങൾ സമയബന്ധിതമായി പരാതിയായി പോലീസിനെ അറിയിക്കുകയും ചെയ്ത കേസിൽ ഇന്നും അന്വേഷണം ശൂന്യതയിലാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഞങ്ങൾ വടകരക്കാർക്ക് അറിയണം. ജില്ലാ MSF-ൻ്റെ ഭാരവാഹി ഖാസിമിൻ്റെ പേരിലാണ് നിങ്ങൾ കള്ളപ്രചരണം നടത്തിയത്. ഞങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ, വിശ്വാസതയെ ചോദ്യം ചെയ്യുന്ന ഹീനപ്രവൃത്തി നടത്തിയിട്ട് കൗശലത്തിൽ മാളത്തിലേക്ക് സർവകക്ഷി മതിലിൽ കയറി ചവിട്ടുനാടകം കളിക്കാതെ CPM-കാരെ, അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന പേജിൻ്റെ അഡ്മിന്മാരെ ചോദ്യം ചെയ്താൽ കിട്ടാവുന്ന ഈ കേസിൽ അന്വേഷണം നിർത്തിവെച്ച് നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്തവരെ രക്ഷിച്ചെടുത്ത് കൊട്ടേഷൻ നൽകിയവരെ സേഫ് സോണിൽ ആക്കുവാനുള്ള പി മോഹനൻ്റെ കുശാഗ്രബുദ്ധി ഇവിടെ വേവില്ല മോഹന. ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് MSF-ൻ്റെ പ്രവർത്തകർക്കെതിരെയാണ് CPM കള്ളപ്രചരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തകനെതിരെ ഒരു മോശമായ ആരോപണം ഉയർത്തിയ CPM-കാരനുമായ ഒരു സർവകക്ഷി യോഗത്തിനും MSF-ൻ്റെ സംസ്ഥാന ഭാരവാഹികൾ തയ്യാറല്ല എന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുമ്പോൾ, പി മോഹനൻ്റെ ആവശ്യപ്രകാരം ഒരു സർവകക്ഷി യോഗവും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോഴും സർവകക്ഷി യോഗത്തിന് മുൻകൈയെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നതും ഒപ്പം അതിന് ഒത്താശ നൽകി നിന്നത് തങ്ങളാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് MSF-ന്റെ സംസ്ഥാന ഭാരവാഹി ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഈ സർവകക്ഷി യോഗത്തിനെതിരായി രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് വടകരയിലും നാദാപുരത്തുമൊക്കെ അങ്ങനെ അലയടിച്ച് നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ലീഗ് ഒരു സമാധാന ചർച്ചയ്ക്ക്, ഒരു സർവകക്ഷി യോഗത്തിന് CPM-നോടൊപ്പം നിന്നുകൊണ്ട് മുൻകൈയെടുക്കുമ്പോൾ തങ്ങളുടെ പ്രവർത്തകരെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നതിന് വേണ്ടി, കൊല്ലാക്കൊല ചെയ്യുവാൻ വേണ്ടി കേസ് കൊടുത്ത ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോടൊപ്പം, വടകരയിലെ പ്രാദേശിക നേതാക്കന്മാരോടൊപ്പം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനനോടൊപ്പം ഒരു സന്ധി സംഭാഷണത്തിനും ഒരു സർവകക്ഷി യോഗത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന അഭിപ്രായം മുൻപോട്ട് വയ്ക്കുന്നതോടുകൂടി വടകരയിലെ ഈ സർവകക്ഷി യോഗത്തിൽ ഭിന്നാഭിപ്രായമാണ് ലീഗിനുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ സെൻസിറ്റീവായിട്ട് ഏരിയയാണ് അവിടെ, നാദാപുരം, പാനൂർ, അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും. ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അന്നത്തെ മുഖ്യമന്ത്രി കെ നായനാർ, അവരൊക്കെ ബന്ധപ്പെട്ട്, കുഞ്ഞാടി സാഹിബ് എല്ലാം കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം, അത് ഒരു സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി. അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് പ്രകോപനമോ ഒന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില
കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമൊക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ്. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിവേരുള്ളൊരു പാർട്ടിയാണല്ലോ. ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും, മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ സ്ഥിതിശേഷം, ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ്. അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ്. സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ്.